ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ബിഗിനേഴ്സിനാണെങ്കിലും എന്നാലും നമ്മുടെ ഈ ഒരു നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് ചുളിവുകൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ കൈയിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ വരുന്ന കുഴപ്പമാണോ അതോ എന്താണെന്നുള്ളത് ഒരു പിടിയും നമുക്ക് കിട്ടാറില്ല. അത് ഈ രീതിയിലുള്ള ചുളിവുകൾ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നാലും ഈ ഒരു ചുളിവുകൾ എപ്പോഴും നമുക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 44 ചെസ്റ്റ് വരുന്ന ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ അതാണ് എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് 36 ആർക്കും 38, 40 എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെസ്റ്റ് 44 സൈസ് വരുന്ന ഒരു ആൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പേപ്പർ കട്ടിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് ഇനി പറയാം. ഓക്കെ, അപ്പോൾ ഈ ചെസ്റ്റ് 44 വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മെഷർ ചെയ്യുന്ന ആ ഒരു ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ 40 ആകാം, 44 ആകാം. പ്ലസ് നമ്മൾ സീമും കൊടുക്കുന്നുണ്ടല്ലോ, ഒരു 1.5 ഇഞ്ച് ടു 2 ഇഞ്ച് നമ്മൾ സീമും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആം ഹോളിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ അളവെടുക്കുന്നത് അത്രയും തന്നെയാണ് നമ്മളെപ്പോഴും ആം ഹോൾ എടുക്കാറ് സാധാരണ. അതിൽ അധികം വലിയ തെറ്റ് വരാത്തത് കൊണ്ടാണ് നമ്മൾ സാധാരണ അങ്ങനെ എടുക്കാറ്. പക്ഷെ നമ്മളിവിടെ കറക്റ്റായിട്ടും അക്യുറേറ്റ് ആയിട്ടൊരു ഇതായിട്ട് നമ്മൾ എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ചെസ്റ്റിനെ 6 വെച്ചിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. അത് 6ൽ 1 എടുക്കുക. അപ്പോൾ എത്രയാണോ കിട്ടുന്നത്, ഓക്കെ, അതാണ് നമ്മൾ ആം ഹോൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയത് 44 നമ്മുടെ ചെസ്റ്റ്. അതിനെ നമ്മൾ 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7.3 അതാണ് അപ്പോൾ നമ്മുടെ കറക്റ്റ് ഒരു ആം ഹോളായിട്ട് നമ്മൾ വരേണ്ടത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ആ ഒരു വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല നമ്മൾ ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും ഓരോ ഫോർമുലാസ് ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഏകദേശം ഐഡിയ എന്നതിലുപരി കറക്റ്റായിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഓരോ വാല്യൂസ് കിട്ടും. നമുക്ക് തെറ്റുകളില്ലാതെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കോർണറിൽ നമ്മൾ ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ 1 ഇഞ്ച് 1.5 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണ് ആ കർവിൻ്റെ അവിടെയുള്ള ഈ ഒരു പോയിൻ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നോക്കാം. അതിനൊരു എളുപ്പം വഴിയാണ് ചെസ്റ്റ്. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 44 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ 24 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44. അപ്പോൾ അതിനെ നമ്മൾ 24 വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.8 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആം ഹോൾ നമ്മൾ വരച്ചതിന് ശേഷം 1.8 മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത്ത്, അതായത് നമ്മൾ ഫ്രണ്ടിലെ കൈക്കുഴി എപ്പോഴും ഒന്ന് ഷേപ്പ് ചെയ്യണം. ഓക്കെ, അതിന് നമ്മൾ സ്മോൾ കാരാണെങ്കിൽ 1 ഇഞ്ച്, മീഡിയം ആണെങ്കിൽ 3/4 ഇഞ്ച്, അതുപോലെ അതിൽ കുറഞ്ഞ് വരുമ്പോൾ 1/2 ഇഞ്ച്, 1/4 ഇഞ്ച്, അങ്ങനെ ഡബിൾ എക്സൽ മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും 1/4 ഇഞ്ച് തന്നെ അങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതും നമ്മൾ മാർക്ക് ചെയ്യണം. ഈ ഡെപ്താണ് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അത് കുറവ് മാർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അത് ശരിയാവാതെ വരുമ്പോഴുമാണ് കൂടുതലും ഈ ചുളിവ് വരുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു കൈക്കുഴി നമ്മൾ എപ്പോഴും കുഴിച്ച് വെട്ടണം, വെട്ടിയിരിക്കണം. അത് ബാക്കിൽ കുഴിച്ച് വെട്ടാനും പാടില്ല. അപ്പോൾ അതിനുള്ള മെഷർമെൻറ്റാണ് നമ്മൾ സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ ലാർജ് ഇത് ഒന്ന് മനസ്സിലാക്കി ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പേപ്പറിൽ, അതായത് നമ്മൾ ടേപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 44 ചെസ്റ്റുകാർക്ക് 7.25, 7 ആ ഒരു റേഞ്ചിലായിരിക്കും. പലർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെസ്റ്റിനെ 6 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 7.3 അപ്പോൾ ഞാനത് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ അതും നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എത്രയാണോ ചെസ്റ്റ്, 44 ചെസ്റ്റിൻ്റെ 4/1 കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 4/1 നമ്മളത് മാർക്ക് ചെയ്യുക. അപ്പോൾ 11 നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു 1.5 ഇഞ്ച് സീമും കൂടിയും ആണ് ഇവിടെ നമ്മൾ കണക്കാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് വരക്കാതിരിക്കുക. അതായത് നമ്മൾ ഏതാണോ തയ്യൽ തുമ്പ്, ഏതാണോ മെയിൻ എന്നുള്ളത് നമുക്കൊന്ന് ഐഡിയ ഉണ്ടാവണം. നമ്മളത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് വരക്കുമ്പോൾ കുറച്ച് തെറ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ അടുത്തത് ഇതിൻ്റെ ഒരു ഷേപ്പ് വരക്കാമെന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാനിവിടെ ആ ഒരു 1.8 നമ്മൾ ചെസ്റ്റിനെ 24 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത ആ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ, അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ വന്നിട്ട് ഓരോന്നൊക്കെ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അവനെ ഞാൻ മാറ്റി വിടുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കോർണറിൽ ഇതൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മളിവിടെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ ഈ ഈ ഒരു ആം ഹോള് എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു മിഡ് പോയിൻ്റ് നമ്മൾ എടുക്കുക. ഓക്കെ, ഒരു മിഡ് പോയിൻ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു നമ്മൾ ആ മാർക്കിംഗ് ചെയ്തിട്ടുള്ള അവിടെ നിന്നാണ് നമ്മുടെ ഷേപ്പ് തുടങ്ങണത്. ഓക്കെ, മുകളിൽ നിന്നേ ഷേപ്പ് ചെയ്ത് വരല്ല, നമ്മൾ എവിടെ നിന്നാണോ ആ ഒരു മിഡ് പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ നിന്നാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് തുടങ്ങണത്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ മുകളിൽ നിന്നേ ഷേപ്പ് ചെയ്യണ്ട, നമ്മൾ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ച് അവിടെ നിന്നാണ് നമ്മുടെ ഷേപ്പ് തുടങ്ങേണ്ടത്. ഇനി ആ ഷേപ്പ് എങ്ങോട്ടാണ് അവസാനിപ്പിക്കേണ്ടത് അതാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഷേപ്പ് നമുക്ക് ചെസ്റ്റിൻ്റെ ആ ഒരു 11 മാർക്ക് ചെയ്തല്ലോ, ഇപ്പോൾ 44ൻ്റെ 4/1 അങ്ങോട്ടാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. പ്ലസ് സീമും കൂടി കൊടുക്കുക. അങ്ങോട്ടേക്കല്ല നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ ഇവിടം കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ സാധാരണ ചെയ്യാറ് നമ്മൾ 1/2 ഇഞ്ച് വരെയും സ്ലോപ്പ് ഷേപ്പ് ചെയ്യാറുണ്ട്. കാലും 1/2 ഇഞ്ചും ഒക്കെ ആയിട്ട് നമ്മൾ സ്ലോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കണം. കാരണം അങ്ങോട്ടേക്കാണല്ലോ നമ്മുടെ ആ ഒരു സ്ലോപ്പ് കൊടുക്കണത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്ലോപ്പ് കൊടുക്കാം. അത് നമ്മൾ ഒരു 1/4 ഇഞ്ചും 1/2 ഇഞ്ചും നമ്മൾ സ്ലോപ്പ് ചെയ്യാറുണ്ട്. 1/2 ഇഞ്ച് വരെയും ചെയ്യാമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ആ ഒരു സ്ലോപ്പ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഷേപ്പ് ഒരിക്കലും സ്ട്രെയിറ്റ് അല്ലല്ലോ, ഒന്ന് ചെരിഞ്ഞിട്ടാണ്. അപ്പോൾ അത് നമ്മൾ 1/4 ഇഞ്ച് കൊടുക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആവാറുണ്ട്. 1/2 ഇഞ്ച് കൊടുക്കുമ്പോഴും വലിയ തെറ്റ് വരാറില്ല. അപ്പോൾ 1/4 മുതൽ 1/2 ഇഞ്ച് വരെ കൊടുക്കാം എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് വിഡ്ത്ത്, ഈ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നമുക്കതൊന്ന് സ്ലോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അതൊന്ന് സ്ലോപ്പ് ചെയ്യാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെപ്ത്ത്, അതായത് നമ്മുടെ കൈക്കുഴി. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് നെക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ബാക്കിലെ ഒരു പോർഷൻ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ച് വെട്ടണം എന്ന് പറയുമ്പോൾ മിക്കവരും അത് സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട്. കാരണം അത് എത്രത്തോളം കളയണം എന്നുള്ളൊരു ഐഡിയ ചിലരിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഞാനും ആദ്യമേ ഒന്നും ഇത് കുഴിച്ച് വെട്ടൂലായിരുന്നു. അതുപോലെ കുഴിച്ച് വെട്ടി തുടങ്ങിയ സമയത്താണെങ്കിലും ഒരു ഐഡിയയിൽ അങ്ങോട്ട് വെട്ടി കളയലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനും നമുക്കൊരു കറക്റ്റ് ഒരു അളവും കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോഴാണ് അത് എന്തുകൊണ്ടായിരുന്നു ആ കൈ ഒറ്റ ഒരു ചുരുങ്ങിയ പോലെ ഇരിക്കുന്നതെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇനി എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയ ആ ഒരു ഡെപ്ത്ത് എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ XL, XXL ആ ഒരു അങ്ങനെയുള്ളവരൊക്കെ ഒരു 1/4 ഇഞ്ചോളം ആണ് നമ്മൾ കുഴിച്ച് വെട്ടേണ്ടത്. അപ്പോൾ ആ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ക് നമുക്ക് വെട്ടി മാറ്റിയാലാണല്ലോ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളൊന്ന് 1/4 ഇഞ്ച്
ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ സ്ലോപ്പ് ചെയ്തതിൻ്റെ തൊട്ട് താഴെ ഞാൻ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന പോർഷൻ ഞാൻ അവിടെ ഒരു 1/4 ഇഞ്ചോടെയും താഴേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നിട്ടാണ് ഞാൻ ഈ 1/4 ഇഞ്ച് ഡെപ്ത് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ 1/4 ഇഞ്ച് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ടിൽ മാത്രം കുഴിച്ച് വെട്ടി കഴിയുമ്പോൾ ബാക്കും ഫ്രണ്ടും ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, നമ്മൾ ഒരു ഭാഗം എനിക്കങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് എന്തുകൊണ്ടാണ് എൻ്റെ മാത്രം അങ്ങനെ വരുന്നത്. അതായത് ബാക്ക് ഫ്രണ്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ 1/4 ഇഞ്ച് പോയി തുടങ്ങിയേക്കാണ് ആ പോർഷൻ ഉണ്ടല്ലോ, അവിടെ എനിക്ക് കുറച്ച് തുണി കൂടുതൽ വരാറുണ്ട്. ഓക്കെ, ബാക്കിലേക്ക് എനിക്ക് കൂടുതൽ വരും, വല്ലാത്തൊരു ഇതാണ്. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി കട്ട് ചെയ്ത് കളയലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നൊരു സമയമുണ്ട്. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് നമ്മൾ രണ്ടും ഇതാവാതിരിക്കാനായിട്ട് ഒരു 1/4 ഇഞ്ച്, അതായത് ആ ഷോൾഡറിന് സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും സ്പേസ് വിട്ടതിന് ശേഷം ഒരു 1/4 ഇഞ്ചും കൂടി വിട്ടിട്ട് നമ്മൾ ആ ഒരു ഡെപ്ത് മാർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു പെർഫെക്റ്റ് ആം ഹോൾ നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ ചെയ്തിരുന്ന ആ ഒരു തെറ്റ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണല്ലോ എത്രത്തോളമാണെന്ന് മനസ്സിലാവണത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിനിഷിംഗ് ആയിട്ട് ഇനി ആം ഹോൾ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.